ഞങ്ങളൊന്നൊരു ഷൂട്ടൊക്കെ എടുത്ത് എല്ലാവരും അത്യാവശ്യം ടയേർഡാണ് അല്ലേ? സ്നേഹ വർക്ക് ചെയ്തിട്ട് സ്നേഹന്റെ വർക്ക് അറ്റ് ഹോമും ജിത്തുബായി ഉറങ്ങിയിട്ട് പിന്നെ മൊത്തത്തിൽ ക്ഷീണമാണ്. റസ്മിൻ ബായി ഇപ്പൊ കയറി പോയിട്ടുള്ളൂ. ഇപ്പൊ ഒരു കോണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഗ്ലാമി ഗംഗന്റെ റീസെന്റ് വീഡിയോ ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ച ഡേ. ആരെയും സ്നേഹിക്കരുത്, സ്നേഹിച്ചാൽ കരയും. 100 അത് ആക്ച്വലി എന്താ വിഷയം വെച്ചെങ്കിൽ ഇവരെ വീട്ടിൽ പൂച്ചകളുണ്ട്, പട്ടി പൂച്ചയൊക്കെ ഉണ്ട്. ഏതൊരുത്തും വിഷം വെച്ചു, പൂച്ചകളെ കൊന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ കോണ്ടന്റ് എടുത്ത് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, എന്താണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു 2-3 കൊല്ലമായിട്ട് ഇഷ്ടംപോലെ പോയി. 10-20 പൂച്ചകളുണ്ടായിരുന്നു. 20-25 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ അസുഖം വന്ന് കാലക്രമേണ കുറച്ചൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പൂച്ചകളെല്ലാം ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും നല്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട്, ഒരാഴ്ചയായിട്ട് തുരുതുരാ എൻ്റെ പൂച്ചകൾ എന്നും മരിക്കും ഗൈസ്, എന്നും. അതായത് എല്ലാ ദിവസവും 2-3 ഒക്കെ വെച്ചിട്ട് തുരുതുരാന്നും പറഞ്ഞ് ഒരു 5 പൂച്ചകളങ്ങ് മരിച്ചു. അപ്പൊ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്ന് പറഞ്ഞൊരു പൂച്ച, നിങ്ങൾക്കറിയാം വീഡിയോസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അവൻ ഒരു 3 ദിവസമായിട്ട് അവനെ കാണാനില്ല. ഇപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ബാഡ് സ്മെല്ലടിച്ച് വീട്ടിന്റെ പുറകിൽ ഫുള്ളങ്ങ് എന്താ പറയാ ജീർണിച്ച് ആ ഒരു പരുവത്തിലങ്ങ് കിടന്ന്. അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ 2 പൂച്ചകൾ മരിച്ച്. അതിൻ്റെ പിറ്റേന്ന് 2 പൂച്ചകൾ മരിച്ച്. ആക്ച്വലി ഒരു 4-5 പൂച്ചകൾ മരിച്ച്. ഇപ്പം എന്തെങ്കിലും മരിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക്. അപ്പം അവർക്ക് അസുഖമൊന്നുമില്ല. അവരെ മരിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആരോ വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത്. സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡിൽ 2-3 പൂച്ചകളായിട്ട് മരിച്ചു കിടക്കണം. അപ്പൊ ആര് വിഷം വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇന്നലെ മെനിഞ്ഞാന്നായപ്പോഴത്തേക്കും രാത്രി കിടക്കാൻ ലേറ്റായി. ഒരു 10-11 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അൽഫാം വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ ഈ നിൽക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് മുറ്റത്ത് എല്ലാവർക്കും ആരോ കൊടുത്ത്. അപ്പം എൻ്റെ 2 പൂച്ചകൾ, ഈ മരണപ്പെട്ട പൂച്ചകൾ ആരും അറിയണം കേട്ടോ, ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ടേക്കിയിരുന്നു. ഒരു 11-12 മണി ആയപ്പോഴത്തേക്കും അതിൽ ഒരു പൂച്ചയ്ക്ക് വയ്യ. പ്രഗ്നന്റ് ആയിരുന്നു പൂച്ച. ഈ പൂച്ച ഇവിടെ ഞങ്ങളെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കണുണ്ടായിരുന്നു. തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിന്റെ ബ്രെയിൻ എന്തോ അഫക്റ്റ് ആയ രീതിക്ക്, തലയ്ക്ക് എന്തോ അഫക്റ്റ് ആയ രീതിക്ക് അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വായി കൂടെ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സലവ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഫ്രണ്ടില് ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും ഫ്രണ്ടില് റോഡ് സൈഡില് വേറൊരു പൂച്ച കിടന്ന് വിളിയോട് വിളി. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും രക്തം വൊമിറ്റ് ചെയ്യണ്. ഇതിപ്പം ഞങ്ങൾ വാതിൽ തുറന്ന പൂച്ചകളെ ഇല്ല, എല്ലാവരും ഡെഡ്, എല്ലാവരും മർഗയ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ളവർ സംസാരിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം നമുക്കറിയാം ആരാണ് വച്ചത്. അതിന് തെളിവും അങ്ങനെ ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ടോ, അങ്ങനെ ഒന്നും പറയേണ്ട തെളിവൊന്നുമില്ല. അപ്പം വച്ചാരെന്നറിയാം. ഇപ്പം മേ ബി അവർക്ക് എന്റെ അടുത്ത് പറഞ്ഞ ശല്യം ആയതുകൊണ്ട് ആൾക്കാർ വച്ചായിരിക്കുന്നു. എന്ത് വൃത്തിയുടെ അവസ്ഥയല്ലേ സത്യം. ഇതെന്താ പറയുക, ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്ട് ആവും. നമ്മളെ നാട്ടിലുണ്ട് നിങ്ങളെ ഓരോ ആൾക്കാർ നായ പ്രസവിച്ച നായന്റെ കുട്ടികളെ ഫുള്ള് ചാക്കിലാക്കി പുഴയിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലും. പൂച്ച പ്രസവിച്ച പൂച്ചേന്റെ കുട്ടികളെ ചാക്കിലും കവറിലും ആക്കി കൊണ്ടുപോവുക, വെള്ളത്തിൽ കൊല്ലുക, അടിച്ചു കൊല്ലുക, വിഷം വെച്ച് കൊല്ലുക. ഗർഭിണി പൂച്ചേനെയും ഗർഭിണി പട്ടീനെയും മേത്തുകൂടി പണ്ട് മനഃപൂർവ്വം, അബദ്ധത്തിൽ പറ്റുന്നത് പോട്ടെ, മനഃപൂർവ്വം ചെയ്യുന്ന ചെറ്റകളുണ്ട് നാട്ടിൽ. ചെറ്റകൾ തന്നെ ഞാൻ പറയാം. പലതന്തയ്ക്കുണ്ടായ ചെറ്റത്തരം കാണിക്കുന്ന പന്നകൾ. അതായത് ഇവർക്ക് എന്തോ ഒരു തരം എന്റർടൈൻമെന്റ് ആണ്, എന്തോ ഒരു തരം കിക്കാണ്, എന്തൊരു സന്തോഷമാണ് ഈ മിണ്ടാ പ്രാണികളെ അങ്ങോട്ട് കൊല്ലുക എന്ന് പറയുന്നത്. അവർക്ക് എന്തോ ഭയങ്കര അഭിമാനമാണ് അവർക്കത്. അവർ ബാക്കിയുള്ള എന്തെങ്കിലും ലൈഫിലുള്ള ഫ്രസ്ട്രേഷനോ ബാക്കി ആരോടെങ്കിലുള്ള ദേഷ്യമൊക്കെ തീർക്കുന്നത് ഇതേപോലുള്ള മിണ്ടാ പ്രാണികളെ കൊന്നു കളഞ്ഞിട്ടാണ്. അങ്ങനെ തന്തല്ലാത്തരം കാണിക്കുന്നവരോടൊക്കെ ഒന്നും പറയാനില്ല, കർമ്മ. ഞാനെന്ത് പറയാനാ. ശരിക്കും ഈ പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ മൊത്തം മനുഷ്യക്കുട്ടികളെ പോലെ തന്നെ അല്ലേ? നമുക്ക് കുട്ടികളെ കാണുന്ന പോലെ തന്നെ അവരൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മിണ്ടാപ്രാണികളാണ് ഇറ്റങ്ങളും. ഇപ്പൊ മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ മനുഷ്യൻ പണിക്ക് പോണേ, ജോലിക്ക് പോണേ, പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? ഡ്രസ്സ് വാങ്ങാനും വണ്ടി വാങ്ങാനും ഒന്നുമല്ലല്ലോ, തിന്നണം, നക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അല്ലേ? ഞാൻ അതാണ് തുറന്നു പറയാല്. ഞാൻ അരി മേടിക്കാനാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ പൈസ ഉണ്ടാക്കുന്നത് ഇതിനാണ്, തിന്നണം.
തിന്നലാണ് മെയിൻ. അത് മെയിൻ കാര്യമാണ്. എല്ലാ മനുഷ്യന്മാരും അതന്നെ. നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കി മേടിച്ചും നമ്മളൊരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ബിൽഡ് ചെയ്ത് സൊസൈറ്റി ആയിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ കോ എക്സിസ്റ്റൻസ് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ നാട്ടിൽ. എല്ലാവരും വീട്ടിൽ വാങ്ങുന്ന വളർത്തുന്ന മറ്റേ പെറ്റ്സിനെ മാത്രം നോക്കുക, അങ്ങനത്തെ സെറ്റപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ എത്രയോ സ്കീമുകൾ ഇറക്കുന്നു. തെരുവ് നായ്ക്കൾക്കും പൂച്ചക്കൾക്കും പശുക്കൾക്കും എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഭക്ഷണം വെള്ളം എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ്. നമ്മൾ കൊറോണ വന്നപ്പോൾ പഠിച്ചൊരു പാഠം അതാ, കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ പഠിച്ചത്. എടീ നമ്മളെ ചുറ്റുപാടുള്ള ജീവികൾ വേണം. നമ്മൾ തിന്നുന്നതിൻ്റെ വേസ്റ്റ് കഴിച്ചിട്ടാണെങ്കിലും അവരും ജീവിച്ചോട്ടെ. ശല്യം വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വിഷം വെച്ച് കൊല്ലുന്നു, എന്നിട്ട് പിന്നെ അത് ഹോബി ആവുന്നു. അതെ, ഒന്നും അതല്ല, അടുത്ത ദിവസം അടുത്തത്, അതിന്റെ അടുത്ത ദിവസം അടുത്തത്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു തരം മാനസിക ഭ്രാന്തിയാണെന്ന് വരെ എനിക്ക് തോന്നുന്നു. സൈക്കോ എന്ന് പറഞ്ഞാൽ ഇതന്നെ. അതായത് വീട്ടിലും നാട്ടിലും ഒരു വിലയില്ലാതെ, വീട്ടിലും നാട്ടുകാർക്കും ആർക്കും വേണ്ടാതെ, അല്ലെങ്കിൽ ലൈഫില് ഫെയിലിയർ ആയിട്ട് നടക്കുന്ന ഒരുത്തന് ദേഷ്യം എവിടെയെങ്കിലും തീർക്കണല്ലോ. മിണ്ടാപ്രാണികളെ മേത്ത് തീർക്കാന്നുള്ളതാണ്. ചോദിക്കാനോ ഒന്നും പറ്റില്ലല്ലോ, പറയാനോ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, പൂച്ചക്കുട്ടി എന്നൊക്കെയാണ് അവര് നേരത്തെ പറഞ്ഞത്. ഈ ചില മതം തലക്കി പിടിച്ചവരുണ്ട്. അവർക്ക് ഈ നായ്ക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ റോട്ടിൽ വെറുതെ കിടക്കമുണ്ടോ പാവങ്ങള്, അങ്ങനെയും വണ്ടി കയറ്റി പോവും, വിഷം വെച്ച് കൊല്ല. എടാ ഏത് ദൈവങ്ങളും പറഞ്ഞിട്ടുണ്ടാ, ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ മിണ്ടാപ്രാണികളെ കൊല്ലണം എന്നുള്ളത്, ചെറ്റകളെ? ഇത് ഈ ഒരു ബ്ലാങ്ക് അവസ്ഥ ഉണ്ട് ഗ്ലാമി പറഞ്ഞത്. അതായത് തലേ ദിവസം രാത്രി അൽഫാമിന്റെ കഷ്ണം ഇട്ട് കൊടുത്ത് ഇപ്പത്തെ ദിവസം വാതിൽ തുറന്നപ്പോൾ ഒറ്റ പൂച്ചകൾ വീണ്ടും മുന്നിൽ. അതൊരു ബ്ലാങ്ക്, നമുക്ക് ഭയങ്കര ഫീൽ ആവുക അവസാനം. നമ്മൾ ഭയങ്കര ഇല്ലാതാവുന്ന ഒരു അവസ്ഥ. അതൊരു അത്രയും അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊക്കെ പൂച്ചകളെ വളർത്തി ശീലമുള്ള ആൾക്കാരാണ്, അപ്പം നമുക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യും. അവർക്ക് പറയാനും പറ്റില്ല. തലട്ട് കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ചോര ഛർദ്ദിച്ചു എന്നൊക്കെ പറയും. അത് നായ്ക്കളെ പോലെ അല്ല പൂച്ചകൾ. പൂച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയി കഴിക്കും. ഇപ്പൊ വീട്ടിൽ വളർന്ന പെറ്റ് പൂച്ചേനല്ല, നാടൻ പൂച്ചേന്റെ കാര്യം പറയണേ. അവരെന്ന് പറഞ്ഞാൽ അറിയില്ല, ഇപ്പൊ വിട്ടുപോയാൽ അങ്ങനെ പോയി ചുറ്റി അടിച്ച് റൗണ്ട് അടിച്ചിട്ട് അവര് വരും. അവരൊരു ഇൻഡിപെൻഡൻസ് ആണ്. നായ്ക്കളെ പോലെ ഒന്നല്ല. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു നായയാണെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ കൃത്യമായി നമ്മൾ ഭക്ഷണം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഴിക്കും. നാട് നിരങ്ങി അവർ കഴിക്കില്ല. പക്ഷെ പൂച്ചകളെ കേസ് അങ്ങനെയല്ല. അവരൊരു കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയും കഴിക്കും, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടും കഴിക്കും. അതൊക്കെ അവർ ചെയ്യും. അപ്പൊ ഇന്നും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്കിനി ആരെ മരണവും കാണാൻ, കാരണം ലൈവായിട്ട് ഈ സൗണ്ടും ഇതൊക്കെ ഈ പെടഞ്ഞിരിക്കണേ കണ്ടുകൊണ്ട് ഇനി ഇത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ പാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത്. അവർക്ക് ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ വിളിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് ആകെ 8 അല്ല, ഒരു 10-12 പൂച്ചകളുണ്ട്. പക്ഷെ ഈ ഒരു 10-12 പൂച്ച ഒരുപാടല്ല, 8 പേരാണ് ഇവിടെ സ്ഥിരമുള്ളത്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഓരോ വില അവിടെ ചില സമയത്ത് മാത്രം ഇവിടെ ഫുഡ് കഴിക്കാൻ, അപ്പോൾ അവിടെ വഴിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. 8 പൂച്ചകളുണ്ട്. അങ്ങനെ 8 പൂച്ചകളെ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, അതാണ് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഓഫ്കോഴ്സ് നമ്മൾ ഇനി വീട് പാല് വെച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും പൂച്ചകളെ കൊണ്ടുപോയി കളഞ്ഞ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞങ്ങൾ സത്യം കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറയണത് ഞങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പുത്തൻ വീട്ടിൽ പോകണ്ടേ, പുതിയ വീട്ടിൽ പോകണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ദുഷ്ടപ്രവൃത്തി, എന്നിട്ടും ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയാണ് ഇനി ശല്യമാണെങ്കിൽ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറയാതെ പറയുന്നുണ്ട് വിഷം വെച്ച് കൊല്ലുമെന്ന്. അങ്ങനെ ഞങ്ങൾ 8 കുട്ടികളെയും പാക്ക് ചെയ്തു. അപ്പോൾ ഒരു കേജിലും ഒരു പേസ് ബോളാണ് ഇട്ടത്. അപ്പോൾ പേസ് ബോൾ ഓട്ടയൊക്കെ ഇട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലോട്ട് ട്രിവാൻഡ്രത്താണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ദൂരമുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ എന്ന് പറയുന്നത് ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഡോഗ്സ്, ഞാനത് ഫുള്ള് വെച്ചിട്ടുണ്ട് പ്ലേ ചെയ്യാൻ. അത് ഇവിടെ പ്ലേ ആയിക്കോളും. എനിക്ക് കാണാൻ വയ്യ, ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ വെച്ചാണ്. കാരണം ആ ഷെൽട്ടർ ഹോമിൽ അവർ ഇതിനെ കൊണ്ടുപോയി ആക്കുന്നതും ആ സീനാണ്. എനിക്കിനി കാണണ്ട, ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒരു വട്ടം കണ്ടു, എനിക്ക് കാണാൻ താല്പര്യമില്ല. അത് നിങ്ങൾ ഇനി അവിടെ ഞാൻ വെക്കാം. നമുക്ക് എത്രത്തോളം ഇപ്പോൾ ചില ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ലൈഫിൽ അത് അനുഭവിച്ച ഒരാളാണ്. അപ്പം ഞാൻ ബിഗ് ബോസിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ സ്റ്റേജ് വന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആരോടും തുറന്ന് പറയണം എന്നുള്ള സമയത്ത് നമുക്ക് മനുഷ്യന്മാരോട് പറയാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. എനിക്ക് ആ സ്റ്റേജിൽ ഒപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ഡോഗാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം അതിനോട് കണക്ട് ഉള്ള എന്നുള്ളത് ഇങ്ങനെ കണക്ഷൻ ഉള്ളവർക്കേ അറിയും. അല്ലാതെ ലൈഫിൽ ഒന്നിനോടും കണക്ഷൻ ഇല്ലാതെ മിണ്ടാപ്രാണികളോട് ഒരു തരത്തിലും ഒന്നുമില്ല, മനുഷ്യന്മാരോടെ ഒന്നുമില്ല, മിണ്ടാപ്രാണികളോടും ഇല്ലാത്ത ചില ചെറ്റകൾക്ക് ഇതിൻ്റെ സങ്കടവും വിഷമവും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് അത്രയും
പെയിനാണ് നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ. ഇവർ നമ്മൾ ഇതെന്താ പറയുക, ചില സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു തരം ഒരു 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 തലോടലും കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പൂച്ചയോ പട്ടിയോ വന്ന് നമ്മൾ തോണ്ടിയാലോ നക്കിയാലോ നമുക്ക് വിർച്വലല്ല. ഇപ്പൊ ഞാൻ പറയാ, നമ്മളെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോ നമ്മളെ ഒരു ഒന്നുമില്ല, ഒരു നേരം ഒരു ബിസ്ക്കറ്റോ ഒരു ശേഷം പാലോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അൾട്ടിമേറ്റ് സ്നേഹമാണ് അല്ലേ. ഇവിടെ കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപയും ആത്മാർത്ഥതയും സ്നേഹവും പുഴുങ്ങി കൊടുത്തിട്ട് വരെ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ എന്ത് കിട്ടുന്നില്ല? സ്നേഹവും സമാധാനവും സന്തോഷം. ഏറ്റവും വലിയ രസം എന്താ പറയുക, മനുഷ്യന്മാരെ പോലെ ഏറ്റവും ചതിക്കൂല എന്താണ് അല്ലേ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയുന്നതാ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരാണോ പെണ്ണോ അവൻ്റെ സമ്പാദ്യം മൊത്തം, അവൻ്റെ ടൈം, അവൻ്റെ ഇമോഷനൊക്കെ വേറൊരു മനുഷ്യന് വേണ്ടി കൊടുത്തിട്ട് പോലും അപ്പുറത്തെ മനുഷ്യന് ഇങ്ങോട്ട് തിരിച്ച് ഒന്നും തരാൻ പറ്റാത്ത അവസ്ഥയിൽ ചതിച്ചും പറ്റിച്ചും പോകുന്നവരുണ്ട്. നേരെ മറിച്ച് റോട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു പട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നാളെ അത് വാലാട്ടും, മറ്റന്നാളും അത് വാലാട്ടും, ഒരു കൊല്ലം അത് വാലാട്ടും, ചാവണ വരെ അത് വാലാട്ടും. ഒരു പൂച്ച ഇത്തിരി ഫുഡ്, അതും നമ്മൾ മറ്റേ ഭയങ്കര ഫുഡല്ല, വീട്ടിൽ ബാക്കി വന്ന ചട്ടീൻ്റെ മുക്കിലിരിക്കുന്നത് കൊണ്ടുപോയി കൊടുത്താൽ മതി. അതും കാണിക്കും നമ്മളോട് സ്നേഹം. ഈ മൃഗങ്ങൾക്ക് നമുക്ക് അല്ലേ, അത് അവർക്കുള്ള ആ ഒരു ഇത് അതല്ല, അതാണ് മനുഷ്യന്മാരെ വ്യത്യസ്തമാരാക്കുന്നത്. നമ്മളൊരു വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടു കൊടുത്താലും ഇതാ കൊടുക്കുന്നത് ചോദിക്കും ചിലപ്പോ. കല്യാണത്തിലൊക്കെ കഴിച്ചിട്ട് പോയിട്ട് നല്ല അടിച്ചു കയറ്റിട്ട് നമ്മളടക്കമുള്ള ആൾക്കാർ നമ്മളടക്കം പറയാറുണ്ട് ചിലപ്പോ. നല്ല അടിച്ചു കയറ്റിട്ടുണ്ട്. നമ്മളത്ര നല്ല കുട്ടികളൊന്നും അത് പറയുമ്പോ നമ്മളും പറയണം. ഒരു വീഡിയോ കൂടി ഉണ്ട്, എനിക്കെന്താ പറയാ, എനിക്ക് പറഞ്ഞു തരുമ്പോ എന്റെ ആക്സിഡന്റ് ഓർമ്മ വരിക. പറയൂ. ഇവിടെ എല്ലാരും കരച്ചിലാണ് ഗൈസ്. അച്ഛൻ നോക്കണം. മാളൂന് അഭിപ്രായമില്ല, പണ്ട് അമ്മ കരയാണ്. ഓക്കെ, കാരണം നമ്മൾ മിസ് ചെയ്യും, വേറെ ഒന്നുമല്ല ഗൈസ്. എനിക്ക് ഇന്നേ വരാം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കൂടെ നിന്ന മനുഷ്യരായിക്കോട്ടെ ആരായിക്കോട്ടെ നല്ല പിറകെ നിന്ന് കുത്തിയും ചതിച്ചിട്ടൊക്കെ ഇന്നേ വരെ എന്നെ ഒരു മൃഗങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിയ മൃഗങ്ങളാരും ഞങ്ങളെ ചതിക്കാനാ വഞ്ചിക്കാനാ നുണ പറയാനാ ഏഷണി പറയാനാ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം അവർ ഇപ്പം ദിവസം വരെ കാണും, പക്ഷെ അവർ ഒരു ദിവസം അവരില്ലാതായപ്പോൾ ഭയങ്കര വിഷമമായി. ഇവിടെ വീട്ടിൽ വന്ന് കയറി വേണ്ടി കഴിഞ്ഞാൽ ഇവിടെ മുകളിലാണ് നോക്കിയത് അവർ കിടക്കണ സ്ഥലമൊക്കെ. അങ്ങനെയാണ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവർ നല്ലപോലെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കും. കാരണം ഞാൻ അവിടെ കയറി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. എട്ടെണ്ണെങ്കിലും രക്ഷപ്പെട്ടു, അങ്ങനെ സമാധാനം. ഇല്ലെങ്കിൽ നാളെ അതിനെ എന്ത് ചെയ്യും? അല്ല, അയാള് പറഞ്ഞിട്ടില്ലേ വേണമെങ്കിൽ ഇനി വിഷമിച്ച് കൊല്ലും പറഞ്ഞത്. ചില നാറികൾ അങ്ങനെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉപദ്രവിക്കുക അല്ല, ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് സ്നേഹിക്കണം എന്ന് പറയണില്ല. അതെ, വർത്താനം നോക്കാനോ ഇഷ്ടമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കിയാൽ മതിയല്ല. ഏറ്റവും വലിയ സീൻ പറഞ്ഞുതരാം. സ്വന്തം വീടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ സ്വന്തം വീട്ടിലാണ് നിൽക്കണേ, നമ്മളെ സ്വന്തം പറമ്പിലും നമ്മളെ വീട്ടിലുമാണ് ഈറ്റാക്കൊക്കെ ചോറും ഇതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല. വാടക വീട്ടിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഉപദ്രവം അല്ലെങ്കിൽ പ്രശ്നം നാട്ടുകാരുണ്ടാക്കുക. അത് ചില ചെറ്റകൾ, ഞാൻ എല്ലാവരും അല്ല, ചില ചെറ്റകൾ ഭയങ്കര കടിയാണ്, മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞാൽ ഈ പട്ടീനെയും പൂച്ചേനെയും കാക്കേനെയും പക്ഷീനെയും ഒന്നും സ്നേഹിക്കാതെ ഇഷ്ടപ്പെടാതെയൊക്കെ എന്ത് ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്? എന്ത് ലൈഫ്? ഞാൻ അതൊരു ലൈഫല്ല, മനസ്സിലായോ? ലൈഫിൽ നമ്മൾ മിസ് ചെയ്യണ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒന്നാണ് നമ്മളെ കൺമുന്നിൽ കാണുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല, ഇവരെല്ലാരും കൂടെ നമ്മളെ കൂടെ ജീവിച്ചാൽ തന്നെ നമ്മളെ മൊത്തം കാര്യങ്ങളും കറക്റ്റ് ആവുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നുമില്ല. ഇത് രാവിലെ എണീക്കണം, കുറെ മതം വിഴുങ്ങണം, നമുക്ക് മാത്രം ജീവിക്കണം, ബാക്കിയുള്ള നന്നായിക്കൂടാ, മനസ്സിലായില്ലേ? അതേ അങ്ങനത്തെ ഒരു മൈൻഡ്, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അല്ലേ, മതപരമായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി, ബാക്കി പൂച്ചനെയും പട്ടീനെയൊക്കെ കൊന്നോന്ന് അറിയണമെങ്കിൽ അപ്പോൾ ദൈവത്തിന് നമ്മൾ എന്താ പറയാ? അല്ലെങ്കിലും ദൈവത്തിനുണ്ടാക്കിയ മനുഷ്യൻ, പിന്നെ മനുഷ്യനനുസരിച്ചുള്ള ഓരോരുത്തരെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. അല്ലാതെ അല്ല, ഇനിയിപ്പോൾ ഇതിൽ മറ്റേ കമന്റ് വരും, ഈ കോഴി തിന്നില്ലേ, മീൻ തിന്നില്ലേ, ഫാം ചെയ്ത് ഇതൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നുള്ളൊരു മിനിമം ബുദ്ധി വെച്ചിട്ട് വേണം ആ കമൻ്റൊക്കെ ഇടാൻ. ഓക്കെ, എന്തായാലും കൊള്ളാം.
ഇച്ചങ്ങളൊക്കെ നാളെ സ്വന്തം മക്കളെയൊക്കെ ഇങ്ങനെ വിഷമിച്ച് കൊല്ലുന്നതിൻ്റെ മൈൻഡ് എന്താണെന്ന് അറിയോ? ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികളെ ശല്യമാണ്, വിഷമിച്ച് കൊല്ലും. വീട്ടിൽ ഭാര്യ ശല്യമാണ്, വിഷമിച്ച് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വിഷം പിടിച്ച് സ്വന്തമായിട്ടാണ് കഴിച്ച് തീരുമാനം. അതില്ലല്ലോ, അത് ചെയ്യില്ലല്ലോ. ബാക്കിയുള്ള ചാവുന്ന കാണുമ്പോഴാണല്ലോ കിക്ക്. ഇവർക്കൊക്കെ അത് തന്നെ ഒരു കിക്ക്. എന്തായാലും തേണ്ടി ചെറ്റാള്, വേറെ ഒന്നും പറയാല്ല. ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വായന തെറിയുള്ളൂ.